നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്സിലെ 4th ചാപ്റ്ററായ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളുകളാണ്. 8 എക്സാമ്പിളാണ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 4 എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കാണേണ്ടതാണ്. 5 മുതലുള്ള എക്സാമ്പിളുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് 5ാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് 1 + x all raised to n greater than or is equal to 1 + nx for all natural number n and x greater than -1. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമുക്കിതെല്ലാം പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞൂല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഈ റിസൾട്ട് ഫോർ n is equal to 1 പ്രൂവ് ചെയ്യണം. പിന്നെ ഫോർ n is equal to kക്ക് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് n is equal to k + 1 ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് പറയും എന്തെന്ന്, ഈ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ n എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ എല്ലാ പ്രോബ്ലത്തിൻ്റെയും സ്റ്റെപ്പ് ഒരേപോലെയാണ് പോകുന്നത്. അതുകൊണ്ട് വളരെ ഈസിയാണ്. അവിടെ n = k + 1 പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്കവിടെ പ്രൂവ് ചെയ്യാനായിട്ടുള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്കിതിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ലെറ്റ് പി ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുക അല്ലേ. എന്താണ് പി ഓഫ് എന്ന് പറയുന്നത്? 1 + x all raised to n greater than or is equal to 1 + nx for n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്, x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ -1 ആണ്. അത് നമ്മളിവിടെ എഴുതണം അതിൻ്റെ ഒപ്പം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? when n is equal to 1 അല്ലേ, when n is equal to 1 ഈ റിസൾട്ട് ശരിയാണോ എന്ന് നമുക്ക് നോക്കണം അല്ലേ. 1 കൊടുക്കുമ്പോൾ എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡ് എന്ത് വരും? 1 + x വരും അല്ലേ. റൈറ്റ് സൈഡ് എന്താ വരിക? 1 + nx. n 1 ആണ്, അതും 1 + x തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണല്ലേ. 1 + x is equal to 1 + x. നമുക്ക് ഈക്വൽ ടു വരാം, അല്ലെങ്കിൽ എന്ത് വരാം? ഗ്രേറ്റർ ദാൻ, ഏത് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ റിസൾട്ട് ഇവിടെ ട്രൂ ആണല്ലോ, വിച്ച് ഈസ് ട്രൂ. അപ്പോൾ n 1 കൊടുത്തപ്പോൾ നമുക്ക് ഈ റിസൾട്ട് ട്രൂ ആയിട്ട് കിട്ടി. ഫോർ x ഗ്രേറ്റർ ദാൻ -1. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ്, അസ്യൂം ദാറ്റ്. അടുത്ത് നമ്മൾ എന്താണ് അസ്യൂം ചെയ്യണത്? പി ഓഫ് കെ എന്ന് പറയണത്, അതായത് when n is equal to k, നമ്മുടെ പി ഓഫ് കെ എന്താ വരിക? 1 + x all raised to k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + kx ആണ്. അതിൽ x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ -1 ആണ്. ഈസ് ട്രൂ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ k + 1 കൊടുക്കണമെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല. ഇനി വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്താണ്? n is equal to k + 1 അല്ലേ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് p of k + 1 ഈസ് ട്രൂ when n is equal to k + 1. p of k + 1 ഈസ് ട്രൂ. അതിൽ എക്സും കൂടെ എഴുതണം. ഇതിൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, x ഗ്രേറ്റർ ദാൻ -1 ഈസ് ട്രൂ. അതായത് x ഗ്രേറ്റർ, ഓൾറെഡി അവിടെ ട്രൂ എഴുതിയിട്ടുണ്ട്. p of k + 1 ഈസ് ട്രൂ ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് നമ്മുടെ p of k + 1? നമുക്ക് എഴുതാം 1 + x raised to k + 1 അല്ലേ. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + k + 1 × x നമുക്ക് കിട്ടണം അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത്, അതായത് 1 + x raised to k എന്നും അതേപോലെ തന്നെ വേറൊരു 1 + x അല്ലേ. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണല്ലോ 1 + x raised to k + 1. ഇവിടെ k, ഇതിൻ്റെ പവർ 1. അപ്പോൾ പവറുകൾ നമ്മൾ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ k + 1 നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്. കാരണം എന്താണ്? നമുക്ക് ഈ 1 + x raised to k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + kx, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് എന്തെന്ന്? ഗിവൺ ദാറ്റ് x എന്ന് പറയുന്നത് എന്താണ്? x ഗ്രേറ്റർ ദാൻ -1 എന്ന്. അപ്പോൾ x ഈ -1 ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്ത് വരും? x + 1. അതെന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് ഈസ് 1 + x. ഇവിടെ നമുക്കത് 1 + x ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ ഒരു ടേം ഗ്രേറ്റർ ദാൻ 0 ആണ്. പിന്നെ ഈ ഒരു ടേമോ
1 പ്ലസ് എക്സ് റേസ് ടു കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് കെ എക്സ് ആണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്താണ് 1 പ്ലസ് എക്സ് റേസ് ടു കെ പ്ലസ് 1. ഇനി നമുക്ക് എന്ത് എഴുതാം, ഇത് ഓൾറെഡി പോസിറ്റീവാണ് നമുക്ക് കിട്ടി. ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് കെ എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ്. അപ്പോൾ ഈ ഒരു ടേമും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി എന്ത് ചെയ്യാം, ഇതിന് നമുക്കിവിടെ നമ്മുടെ ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം അല്ലേ. എന്താ 1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു എക്സ് എക്സ് പ്ലസ് കെ എക്സ് ഇൻറ്റു 1 കെ എക്സ് പ്ലസ് കെ എക്സ് ഇൻറ്റു എക്സ് കെ എക്സ് സ്ക്വയർ. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 1 പ്ലസ് കെ എക്സ് പ്ലസ് കെ എക്സ് പ്ലസ് കെ എക്സ് സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കണത് അല്ലേ. ഇതെന്ന് പറയണത് നമ്മളിനി ഇവിടെ റീഅറേഞ്ച്മെൻ്റ് ഒന്നും നടത്തണ്ട. ഇനി ഇവിടെ നമ്മൾ നോക്കണത് കെ എന്ന് പറയുന്നത് എന്താണ്, കെ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ് അല്ലേ. കെ ഒരു നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, കെ ഗ്രേറ്റർ ദാൻ 0. നാച്ചുറൽ നമ്പർ ഏതാ വരിക, 1 2 3 4 എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സെറ്റ് അല്ലേ. അപ്പോൾ അതൊരു പോസിറ്റീവ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ കെ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ എന്താവും, കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേമിനെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൽ കെ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ, അപ്പോൾ ഓൾറെഡി പോസിറ്റീവാണ്. എക്സ് ഇവിടെ എന്തെന്ന് തന്നിട്ടുണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണ് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ എന്തായിരിക്കും, ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പം -1 സ്ക്വയർ 1. അപ്പോൾ എന്തായാലും വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതും ഒരു പോസിറ്റീവ്. സ്ക്വയർ എടുക്കുന്ന സമയത്ത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും എന്താണ്, ഒരു പോസിറ്റീവ് നമ്പറാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരാം. അപ്പോൾ നമുക്ക് കെ എക്സ് സ്ക്വയർ എങ്ങനെ എഴുതാം, കെ ഒരു നാച്ചുറൽ നമ്പറാണ്, പോസിറ്റീവാണ്. എക്സ് സ്ക്വയർ നമുക്ക് കിട്ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതും ഒരു പോസിറ്റീവാണ്. അപ്പോൾ കെ എക്സ് സ്ക്വയർ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായിരിക്കും, അതും ഒരു പോസിറ്റീവ് അല്ലേ. ഒരു പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കെ എക്സ് സ്ക്വയർ ഈസ് ഓൾസോ എ പോസിറ്റീവ് നമ്പർ, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കിട്ടിയ ടേം ഉണ്ടല്ലോ, 1 പ്ലസ് എക്സ് പ്ലസ് കെ എക്സ് പ്ലസ് കെ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് കെ എക്സ് എന്ന് എഴുതിക്കൂടെ. അതായത് ഈ ഒരു ടേം, ഇതിലത്തെ കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേം ഒഴിവാക്കിയിട്ടുള്ളതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, 1 പ്ലസ് എക്സ് പ്ലസ് കെ എക്സ്. അപ്പോൾ ഇതിനേക്കാളും വലുതാവില്ലേ, കാരണം നമ്മൾ പറഞ്ഞു ഈ ഒരു ടേം ഒരു പോസിറ്റീവ് നമ്പറാണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അത് നമ്മളിവിടെ കുറച്ചിട്ടുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 പ്ലസ് എക്സ് പ്ലസ് കെ എക്സ് എപ്പോഴും ഇതിനേക്കാൾ ചെറുതാവില്ല. ഇതിനോടുകൂടി ഈ കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേം ആഡ് ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ വലുതായിരിക്കും അല്ലേ. അതുകൊണ്ട് ദിസ് ടേം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആ കെ എക്സ് സ്ക്വയർ ഒഴിവാക്കിയിട്ടുള്ള ടേമിന് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ എന്തായിരുന്നു 1 പ്ലസ് എക്സ് റേസ് ടു കെ പ്ലസ് 1, നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് കെ എക്സ് സ്ക്വയർ ഉള്ള ടേം. ഈ ടേം ഏതിനേക്കാൾ വലുതാണ്, 1 പ്ലസ് എക്സ് പ്ലസ് കെ എക്സിനേക്കാളും വലുതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു കെ പ്ലസ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് ടേം ആയിരിക്കില്ലേ, ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, therefore 1 പ്ലസ് എക്സ് റേസ് ടു കെ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് കെ എക്സ്. അതിന് മിഡിലുള്ള ഈ ടേം നമ്മൾ ഒഴിവാക്കി അല്ലേ. നമ്മളിപ്പോൾ സിമ്പിൾ ഒരു നമ്പർ വെച്ചെടുക്കുകയാണെങ്കിൽ 10 ഈസ് ഗ്രേറ്റർ ദാൻ 8, 8 ഈസ് ഗ്രേറ്റർ ദാൻ 4, ശരിയല്ലേ. 10 ഈസ് ഗ്രേറ്റർ ദാൻ 8, 8നേക്കാൾ വലുതാണ് 10. പക്ഷേ 8 എന്ന് പറയുന്നത് 4നേക്കാൾ വലുതാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞുകൂടെ 10 ഈസ് ഗ്രേറ്റർ ദാൻ 4, ശരിയല്ലേ. അതേപോലെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ടേം ആവശ്യമില്ല, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് എക്സ് പ്ലസ് കെ എക്സ് എടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഈ റൈറ്റ് സൈഡ് ഒന്ന് അറേഞ്ച് ചെയ്യാം. 1 പ്ലസ് എക്സ് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ ഈ എക്സിൽ. 1 പ്ലസ് ഇവിടെ എന്തുണ്ട്, കെ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ 1 പ്ലസ് എക്സ് ഇൻറ്റു കെ പ്ലസ്, അതായത് നമ്മുടെ ഇതിൽ എഴുതുകയാണെങ്കിൽ 1 പ്ലസ് കെ ഇൻറ്റു എക്സ്. നോക്കിയേ, 1 പ്ലസ് എക്സ് റേസ് ടു കെ പ്ലസ് 1 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് കെ അല്ലെങ്കിൽ കെ പ്ലസ് 1 ഇൻറ്റു എക്സ്. നമുക്ക് എങ്ങനെ എഴുതാം, കെ പ്ലസ് 1 എന്ന് എഴുതാം, കെ പ്ലസ് 1 ഇൻറ്റു എക്സ്. നോക്കിയേ, നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് നോക്കിയേ, 1 പ്ലസ് എക്സ് റേസ് ടു എൻ, എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ കെ പ്ലസ് 1 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എൻ എക്സ് ആണ്. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് നോക്കിയേ 1 പ്ലസ് എന്നിൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് 1 ഇൻറ്റു എക്സ്. നമുക്ക് കിട്ടിയില്ലേ, നമ്മൾ പ്രൂവ് ചെയ്തില്ലേ.
അപ്പം this is true for this result is true for n is equal to k plus 1. Therefore, by the principle of mathematical induction, the result is true for every and natural number n. By the principle of mathematical induction എന്നും കൂടി നമ്മൾ എഴുതേണ്ടതാണ്. സ്റ്റെപ്പൊക്കെ അതേപോലെ ടെക്സ്റ്റിലുണ്ട്. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് 6th ക്വസ്റ്റ്യനിൽ പറയണത്? 6th ക്വസ്റ്റ്യനിൽ പറയണത് prove that 2 into 7 raised to n plus 3 into 5 raised to n minus 5 is divisible by 24. Is divisible by 24. ഇതെന്ന് പറയുന്നത് 24ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയും പറയാം അല്ലേ. ഇത് നമുക്ക് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേം എന്ന് പറയുന്നത് 24ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഫോർ എവരി n ബിലോങ്സ് ടു n എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പർ, നമ്മൾ സാധാരണ എടുക്കുന്ന നാച്ചുറൽ നമ്പർ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം p of n എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെടുക്കാം? നമ്മുടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. 2 into 7 raised to n plus 3 into 5 raised to n minus 5 is divisible by 24. അത് നമ്മൾ p of n എഴുതാൻ മറക്കരുത്. is divisible by 24 നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യണം? when n is equal to 1 അല്ല, ഇത് റിസൾട്ട് ട്രൂ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. n equal to 1 ആണെങ്കിൽ 1 ആണെങ്കിൽ നോക്കി നോക്കിയേ, നമുക്ക് എല്ലാത്തിനും 1 കൊടുക്കാം. നമ്മുടെ p of 1 എന്ത് വരും? 2 into 7 raised to 1 plus 3 into 5 raised to 1 minus 5. എത്രയാണ് നോക്കിയേ? 2 into 7 raised to 1 പറഞ്ഞാൽ 7 തന്നെ. 2 into 7 14 plus 3 into 5 15 minus 5. 14 plus 15 എത്രയാ? 29. 29 minus 5 എത്രയാ? 24, which is divisible by 24 അല്ലേ. 24 is divisible by 24, which is divisible by 24, which is true. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് ഇവിടെ ട്രൂ ആണെന്ന് കിട്ടിയല്ലേ. when n is equal to 1 the result is true. ഇനി എന്ത് ചെയ്യാൻ പോവാണ്? we assume that നമ്മൾ n equal to k നമ്മളിത് റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാൻ പോവാണ്. എന്താണ്? p of k is true. we assume that p of k is true. that is എന്താ p of k വരിക? 2 into 7 raised to k plus 3 into 5 raised to k minus 5 which is divisible by 24 എന്ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈക്വൽ ടു ഒരു 24q അല്ലെങ്കിൽ a അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ ടെക്സ്റ്റിൽ q ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു പ്രോബ്ലത്തിൽ which is divisible by 4 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ is equal to 4d എന്ന് കൊടുത്തു അല്ലേ. 4ൻ്റെ മൾട്ടിപ്പിൾ ഇവിടെ 24ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇപ്പോൾ 24 q എന്ന് പറയുന്നത് 1 2 3 ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ആയിരിക്കും ഈ q എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂവിന് 1 കൊടുക്കുകയാണെങ്കിൽ ഇത് 24, അല്ലെങ്കിൽ ക്യൂവിന് 2 കൊടുക്കുകയാണെങ്കിൽ 48. 24 into 2 48 which is also divisible by 24 ആണ്. അങ്ങനെ ഒരു സംതിങ് 24ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളൊരു 24q എന്ന് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ കൊടുത്തു, അത് ട്രൂ ആണെന്ന് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? we have to prove, നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? p of k plus 1 is true അല്ലേ. p of k plus 1 is true എപ്പോൾ? whenever ഇത് ട്രൂ ആണെങ്കിൽ മാത്രം p of k is true. അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. p of k ട്രൂ ആണെങ്കിൽ മാത്രം p of k plus 1ഉം ട്രൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് p of k plus 1 എന്താണെന്ന് എഴുതാം. 2 into 7 raised to k plus 1 plus 3 into 5 raised to k plus 1 minus 5. അതാണല്ലോ നമ്മുടെ k plus 1. അങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ നിന്ന് ഈ k plus 1ൽ നിന്ന് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2 into 7 raised to kയും പിന്നെ അടുത്തത് എന്തെന്ന് എഴുതാം? into 7 raised to 1ഉം. അതായത് k plus 1ന് നമ്മൾ ഒരു kയും പിന്നെ ഒരു 1ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ 7 raised to kയും 7 raised to 1ഉം. അപ്പോൾ അവർ നമ്മൾ സ്പ്ലിറ്റ് എഴുതി. പ്ലസ് അതുപോലെ തന്നെ 3ൻ്റെ പവർ അതുപോലെ ചെയ്യാം. 3 into 5 raised to k into 5 raised to 1. പിന്നെ ഒരു -5 അവിടെയുണ്ട്. നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രം.
ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മളൊരു ടേം അവിടെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ടേം, അതായത് നമ്മുടെ ക്വസ്റ്റ്യന് കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. 2 × 7⁻k × 7⁻1 അവിടെ എഴുതി. ഇനി നമ്മൾ ഒരു ടേം അവിടെ ആഡ് ചെയ്യണു, സബ്ട്രാക്ട് ചെയ്യണു. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഈ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമല്ലേ. 24Q എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കണമെങ്കിൽ ഈ 7 ഇവിടെ വരാൻ പാടില്ല. അപ്പോൾ 7 നമുക്ക് ഇവിടെ പുറത്തേക്ക് എടുക്കണം അല്ലേ. ഈ 2 × 7⁻k കൂടെ ഇവിടെ ഒരു 7 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 7 ഇവിടെ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ടേമിൻ്റെ കൂടെ ×7 കൂടി നമുക്ക് വെക്കാം. അപ്പോൾ ആ 3 ടേമിലും കൂടിയിട്ട് നമുക്ക് ഈ ടേമാണ് നമ്മളിവിടെ ഇനി ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ടേമിൻ്റെ ഒക്കെ കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ടേം നമുക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ 7 പുറത്തേക്ക് എടുക്കണമല്ലോ. കാരണം ഇവിടെ 2 × 7⁻k കൂടെ 7 ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യണേ, +3 × 5⁻k × 7 അതും കൂടി നമുക്ക് വേണം, 7⁻1. കാരണം നമുക്ക് ആ 7 പുറത്തേക്ക് എടുക്കണം. കാരണം ഇതിൻ്റെ കൂടെ നമുക്ക് 7 പാടില്ല. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 7 കൂടി ചെയ്തു. പിന്നെ -5 എവിടെയുള്ളൂ, അതിൻ്റെ കൂടിയും ഒരു ×7, വെറുതെ 7 ഇട്ടാലും മതി. പിന്നെ എന്ത് ചെയ്യണം? ഇത് വെറുതെ ആഡ് ചെയ്താൽ മാത്രം പോരാ, ഇത് നമുക്ക് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യും വേണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ടേം ആഡ് ചെയ്യാൻ പാടില്ലല്ലോ. ഒരു ടേം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിനൊപ്പം അത് സബ്ട്രാക്ട് ചെയ്യുന്ന ടേമും കൂടി നമ്മൾ എഴുതണം. അപ്പോഴാണ് രണ്ടും കൂടി ആഡ് ചെയ്ത് 0 ആയിട്ട് പോവുക. മൈനസ് ഈ സെയിം ടേം തന്നെ മൈനസിൽ എഴുതുക. -3 × 5⁻k × 7. പിന്നെ ഇവിടെ -5 നമ്മൾ ചെയ്തു. അപ്പോൾ ഇവിടെ +5 × 7. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ആ ടൈം ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു അല്ലേ. ഇവിടെ മൈനസ് ആയിരുന്നു, അപ്പോൾ ഇവിടെ പ്ലസ് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ബാക്കി നമുക്കിവിടെ കുറച്ച് ടേം ഉണ്ട്. 3 × 5⁻k × 5 -5. ഈ 2 ടേം ഇവിടെ ബാക്കിയുണ്ട്. അത് അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ഇതിലേക്ക് നോക്കിയിട്ട് വേണം ഇവിടെ ചെയ്യാനായിട്ട്. ഇനി ഇതുവരെയുള്ള എല്ലാ ടേമിൽ നിന്നും നമുക്ക് 7 പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്ത് വരും? 2 × 7⁻k +3 × 5⁻k -5. പിന്നെന്തുണ്ട്? പിന്നെ നമുക്ക് ബാക്കിയുള്ളതിൽ നിന്ന് പുറത്തേക്ക് എടുക്കണ്ട. ബാക്കി നമുക്ക്, കാരണം ഈ ഒരു ടേമിന് നമ്മളിവിടെ എന്ത് കൊടുക്കണുള്ളൂ? നമ്മുടെ ഈ 24Q എന്ന് കൊടുക്കുള്ളൂ. അപ്പോൾ ബാക്കി നമുക്കതവിടെ കൊടുക്കണ്ട. -3 × 5⁻k × 7 +5 × 7 +3 × 5⁻k × 5 -5. അല്ല, നമുക്ക് ആ ടേമിൽ നിന്നും 7 പുറത്തേക്ക് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതാവില്ല. നമുക്ക് ആ ടൈമും 7 പുറത്തേക്ക് എടുത്തു കേട്ടോ. = അപ്പോൾ മൊത്തം എല്ലാത്തിലും നമ്മൾ 7 പുറത്തേക്ക് എടുത്തുണ്ടേ. സോറി, എല്ലാത്തിലും നമ്മൾ 7 പുറത്തേക്ക് എടുത്തു. ബാക്കി പിന്നെ 7 ഇല്ലാത്ത ആ 2 ടൈം അങ്ങനെ എഴുതി. പിന്നെ ഇവിടെ 7 × ഇവിടെ നോക്കിയേ 2 × 7⁻k +3 × 5⁻k -5 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇക്വേഷൻ 1ലേക്ക് നോക്കിയേ 24Q എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്രയും ടൈമിന് പകരം നമ്മളിവിടെ 24Q എന്ന് കൊടുത്തു. പിന്നെ മൈനസ് ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 2 ടേം ഉണ്ട് അല്ലേ. 3 × 5⁻k +5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ പ്ലസ് ഇവിടെ എന്താ? 3 × 5 15 × 5⁻k -5. ഇനി നമുക്ക് ഇനി ഓരോ ടേമിൻ്റെയും കൂടി ഇനി 7 നമുക്ക് ഉള്ളിലോട്ട് എടുക്കാം. 7 × 24 × Q, അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, അങ്ങനെ എഴുതിയാൽ മതി. -7 × 3 21 × 5⁻k +7 × 5 35. പിന്നെയോ ഇവിടെ എന്തുണ്ട്? +15 × 5⁻k -5 = ആദ്യത്തെ ടേം നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 7 × 24 × Q. ഇവിടെ നോക്കിയാൽ 5⁻k 2 ടേം വരുന്നുണ്ട്. ഒന്ന് -21 × 5⁻k ഇവിടെ +15 × 5⁻k. അപ്പോൾ എത്ര 5⁻k ഉണ്ട്? -6 അല്ലേ. 21 -21 +15 എന്ന് പറയുമ്പോൾ -6 × 5⁻k. അതുപോലെ 35 -5, അപ്പോൾ എത്ര വരും? 30 വരും അല്ലേ. ഇനി നോക്കി നോക്കിയേ, നമ്മൾ ഈ ടേം അങ്ങനെ തന്നെ എഴുതി. ഈ 2 ടേമിലും ഇവിടെ 6 ഉണ്ട്. 30ലും 6 കോമൺ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ -6 തന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? ഇവിടെ 5⁻k ബാക്കി വരും. ഇവിടെ മൈനസ് പുറത്തേക്ക് എടുത്തുകൊണ്ട് ഇവിടെ മൈനസ് ആണ്. പ്ലസിൻ്റെ ഇവിടെ മൈനസ് ആണ്. 30ൽ നിന്ന് 6 പോകുമ്പോൾ ബാക്കി 5. ഇനി നോക്കിയേ, ഈ 5⁻k -5
ആ ഒരു ടേം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. നോക്കിയേ 5k-5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. k = 1 കൊടുത്തു നോക്കിയേ, അപ്പോൾ 5 5 - 5 0. ഇനി k = 2 കൊടുത്തു നോക്കിയേ, അപ്പോൾ 5 സ്ക്വയർ എത്ര 25. 25 - 5 20. 20 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ. 4 × 5 = 20. ഇനി കേക്ക് 3 കൊടുത്തു നോക്കിയേ, അപ്പോൾ 5³ 125. 125 - 5 എന്ന് പറയുമ്പോൾ 120. 120 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് മൊത്തത്തിൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇവിടെ? 7 × 24q - 6 × 4p അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അതായത് ഈ ടേം എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതിന് പകരം നമ്മൾ 4p എന്ന് കൊടുത്തു. G is equal to 7 × 24 × q - 6 × 4 എത്രയാ? 24p. അപ്പോൾ രണ്ടെണ്ണത്തിൽ നമുക്ക് 24 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തുകൂടെ? അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട്? 7q, ഇവിടെ -p. ഈ മൾട്ടിപ്പിളിനാണ് നമ്മൾ ഈ pq എന്നൊക്കെ പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കിയാൽ 24 × സംതിങ്. ഇത് നമുക്ക് മാത്രം വേണമെങ്കിൽ ഒരു 24r എന്ന് കൊടുക്കാം. r എന്ന് പറയുന്നത് എന്താണ്? r is equal to 7q - p എന്ന് കൊടുക്കാം. അതായത് 7q - p. ഈ പിയും ക്യൂ ഒക്കെ നമ്മൾ പറഞ്ഞു നാച്ചുറൽ നമ്പറുകളാണ് നമ്മൾ കൊടുക്കുന്നത്. 1 2 3 4 എന്ന് പറയുന്ന നമ്പറുകളാണ്. അപ്പോൾ ഈ 7q - p നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും അല്ലേ. ഇപ്പോൾ 100 എന്നോ 150 എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ നമുക്കത് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ പിക്ക് 1 കൊടുത്തു, ക്യൂവിന് 2 കൊടുത്തു, അല്ലെങ്കിൽ പിക്ക് 3 കൊടുത്തു, ക്യൂവിന് 5 കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു നമ്പർ കിട്ടും. ദാറ്റ് ഈസ് ഇൻറ്റു 24 ഇൻറ്റു സംതിങ് അല്ലേ, ഒരു നമ്പർ. അതിൻ്റെ അടുത്ത് എന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 24. അഗെയിൻ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 24. അപ്പോൾ നമ്മളൊരു 6 എന്ന് കൊടുത്തു. 24r. എന്ന് പറയുന്നത് 1 2 3 4 അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? നമ്മുടെ 2 × 7k+1 + 3 × 5k+1 - 5 is equal to 24 സംതിങ് കിട്ടിയല്ലേ. 24ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടിയാൽ ദാറ്റ് ടേം ഈസ് ഡിവിസിബിൾ ബൈ 24 എന്ന് ഇപ്പം നമുക്ക് കിട്ടിയില്ലേ. ഡിവിസിബിൾ ബൈ 24. അതിൻ്റെ അടുത്ത് എന്താണ്? k+1 ഇപ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടി. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി ആൻഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ k+1ൻ്റെ മാത്രമാണ് നമുക്ക് ചെയ്യാൻ ഒരു ഇത്തിരി ഇത് വരുള്ളൂ. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ചെയ്താൽ മതി. വേറെ എവിടെയും ഒന്നും ചെയ്യാനില്ല അല്ലേ. നമുക്ക് 7th പ്രോബ്ലത്തിലേക്ക് പോകാം. 7th പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് 1 സ്ക്വയർ + 2 സ്ക്വയർ + എക്സെട്രാ + n സ്ക്വയർ എല്ലാത്തിനെയും സ്ക്വയർ ആണ് ഗ്രേറ്റർ ദാൻ n³ / 3 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ പി ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. എന്താണ്? 1 സ്ക്വയർ + 2 സ്ക്വയർ + എക്സെട്രാ + n സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ n³ / 3 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ. നമ്മൾ നമ്മുടെ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എന്ന് പേര് കൊടുത്തു. ഇനി നമ്മൾ n ഈസ് ഈക്വൽ ടു 1 അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പി ഓഫ് 1 എന്ത് വരും? ലെഫ്റ്റ് സൈഡ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. റൈറ്റ് സൈഡ് എന്താ വരിക? 1³ / 3. അതായത് എന്ന് പറയുന്നത് എന്താ? 1/3. 1ൻ്റെ ക്യൂബ് 1 തന്നെയാണ്. അപ്പോൾ 1 ഈസ് ഗ്രേറ്റർ ദാൻ 1/3 അല്ലേ? ശരിയല്ലേ? 1/3നേക്കാൾ വലുതാണ് 1. അപ്പോൾ വിച്ച് ഈസ് ട്രൂ. അപ്പോൾ നമുക്ക് n = 1ലെ പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് അസ്യൂം ചെയ്യാൻ പോകുന്നത്? കണ്ടോ, നമ്മുടെ എല്ലാ സ്റ്റെപ്പും ഒരേപോലെയാണ് പോകുന്നത്. അസ്യൂം ദാറ്റ് പി ഓഫ് k ഈസ് ട്രൂ. ദാറ്റ് ഈസ് എന്താ നമ്മുടെ പി ഓഫ് k വരിക? 1 സ്ക്വയർ + 2 സ്ക്വയർ + എക്സെട്രാ + k സ്ക്വയർ വരികളുടെ ടേം വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ k³ / 3 ഫോർ k എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സം നാച്ചുറൽ നമ്പർ. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? വി ഹാവ് ടു പ്രൂവ് എന്താണ്? പി ഓഫ് k+1 ഈസ് ട്രൂ അല്ലേ? പി ഓഫ് k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. വെൻ എവർ എപ്പോൾ പി ഓഫ് k ഈസ് ട്രൂ. പി ഓഫ് k ട്രൂ ആണെങ്കിൽ മാത്രം പി ഓഫ് k+1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താ പി ഓഫ് k+1 വരിക? 1 സ്ക്വയർ + 2 സ്ക്വയർ + എക്സെട്രാ + ആ kൻ്റെ ടേമും കൂടി നമ്മൾ എഴുതാൻ മറക്കരുത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത്. കാരണം അത്രയും ടേമിന് നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമല്ലോ.
പ്ലസ് കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇനി ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് റൈറ്റ് സൈഡ് ഇപ്പം എഴുതാൻ പറ്റുമോ? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എന്ത് എഴുതാം? ഇത്രയും ടേമിന് നമുക്ക് എന്ത് കൊടുക്കാം? അത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ കെ ക്യൂബ് ബൈ 3 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്രയും ടേമിന് നമ്മൾ കെ ക്യൂബ് ബൈ 3 എന്ന് കൊടുത്തു. അപ്പോൾ അതെന്തായി? ഈക്വൽ ടു മാറി ഗ്രേറ്റർ ദാൻ എന്നുള്ള സൈൻ വന്നു. കെ ക്യൂബ് ബൈ 3 പ്ലസ് പിന്നെ ബാക്കി അവിടെ എന്ത് ടേം ഉള്ളത്? കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം ബാക്കിയുണ്ട് അല്ലേ, അത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് LCM ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ കെ ക്യൂബ് പ്ലസ് ഈ 3 കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ 1/3 നമുക്ക് ഇനി ഇവിടെ പുറത്തേക്ക് എടുക്കാം. ഇതെന്ന് പറയുന്നത് എന്ത് വരും? കെ ക്യൂബ് പ്ലസ് നമുക്ക് 3 ഇവിടെ നമ്മുടെ ബ്രാക്കറ്റ് ഇതൊക്കെ മാറ്റാം. ആദ്യം നമുക്ക് 3 ഇൻറ്റു ഇത് ചെയ്യാം. കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്താ? കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1/3 ഇൻറ്റു കെ ക്യൂബ് പ്ലസ് 3 കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 3k സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2k 6k പ്ലസ് 3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയൊക്കെ ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ 1/3 ഇൻറ്റു നമ്മളിവിടെ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാൻ പോവുകയാണ്. കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ് കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. അപ്പോൾ എന്താ വരിക? കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പം കെ ക്യൂബ് പ്ലസ് 3 എന്താ നമ്മുടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് അല്ലേ. അവിടെ ഒന്ന് എഴുതി തരാം. എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബാണ് അല്ലേ. ഇവിടെ എ ക്യൂബ് കെ ക്യൂബ് ഇവിടെ ഉണ്ട്. ഇനി കെ പ്ലസ് 1 ആണല്ലേ. 3 ഇൻറ്റു കെ സ്ക്വയർ ഇൻറ്റു 1. അപ്പോൾ ഇവിടെ 3k സ്ക്വയർ എന്ന് പറഞ്ഞ ടേമും ഉണ്ട്. പിന്നെ അടുത്തതിൽ എന്താ വരിക? 3ab സ്ക്വയർ. അപ്പോൾ 3k ഇൻറ്റു 1 സ്ക്വയർ. അപ്പോൾ 3k. അപ്പോൾ ഇവിടെ നമുക്ക് 6k ഉണ്ട്. അതിൽ 3k മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ബാക്കി എത്ര k കൂടി ബാക്കിയുണ്ട്? ഒരു പ്ലസ് 3k ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മളിവിടെ ആഡ് ചെയ്തു. പിന്നെ പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എന്താ? 1 ക്യൂബ് 1. അപ്പോൾ 1 എടുത്തിട്ടുള്ളൂ ഈ 3യിൽ നിന്ന്. അപ്പോൾ ബാക്കി ഇവിടെ എന്തും കൂടി ഉണ്ട്? ഒരു പ്ലസ് 2 കൂടി ഉണ്ട്. അതും കൂടി നമ്മളിവിടെ ചെയ്തു കണ്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ടേമിൽ നിന്ന് കെ പ്ലസ് 1 ക്യൂബ് എന്ന് എഴുതി. ബാക്കി ഉണ്ടായിരുന്ന 2 ടേം 3kയും 2 ആണ്. അത് നമ്മൾ പ്ലസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചു. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/3 ഇൻറ്റു കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. ശരിയല്ല, ഇവിടെ ഈക്വൽ ടു അല്ലല്ലോ, ഗ്രേറ്റർ ദാൻ അല്ലേ. അപ്പോൾ നമുക്ക് പറഞ്ഞുകൂടെ 3k പ്ലസ് 2 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പറാണ് അല്ലേ. അപ്പോൾ കെ പ്ലസ് 1 ക്യൂബിൻ്റെ കൂടെ ആ ഒരു ടേം ആഡ് ചെയ്തു, ബൈ 3 ചെയ്തു. അപ്പോൾ അതെന്ന് പറയുന്ന ടേം 1/3 ഇൻറ്റു കെ പ്ലസ് 1 ക്യൂബ് എന്ന് പറഞ്ഞ ടേമിനേക്കാൾ എന്തായാലും വലുതാവില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 ഈസ് ഗ്രേറ്റർ ദാൻ 6. ആ 6 നമ്മൾ എന്തെങ്കിലും ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ 10 ഈസ് ഗ്രേറ്റർ ദാൻ 5. അങ്ങനെയും പറഞ്ഞുകൂടെ? അപ്പം അതേപോലെ ഈ ഒരു ടേം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഈ ഒരു ടേം ഒഴിവാക്കി കഴിഞ്ഞാലും എന്താണ്? ഈ ടേം തന്നെയാണ് വലുത്. കാരണം ഇവിടെ ഈ ഒരു ടേം ഇല്ല അല്ലേ. അപ്പോൾ ഇല്ലാത്തത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അപ്പോൾ നമ്മുടെ റിസൾട്ട് കിട്ടിയില്ലേ? നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/3 ഇൻറ്റു കെ പ്ലസ് 1 ക്യൂബ്. അതായത് കെ പ്ലസ് 1 ക്യൂബ് ബൈ 3 അല്ലേ. നമ്മുടെ റിസൾട്ട് നോക്കിയേ. n ക്യൂബ് ബൈ 3. എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ബൈ 3. അപ്പോൾ നമുക്കിവിടെ ട്രൂ ആണെന്ന് കിട്ടിയില്ലേ? വിച്ച് ഈസ് ട്രൂ. നമ്മൾ കെ പ്ലസ് 1 ഇവിടെ പ്രൂവ് ചെയ്തു. ദെർഫോർ എന്താണ്? ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ the result is true for every n. The result is true for every n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണ്. ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നും കൂടി എഴുതാൻ മറക്കരുത്. അത് വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടെക്സ്റ്റിൽ കറക്റ്റ് എല്ലാ സ്റ്റെപ്പുകളുണ്ട്. അത് നോക്കി നിങ്ങൾ പഠിക്കുക. ഇനി അടുത്തത് 8ാമത്തെ എക്സാമ്പിളാണ്. നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിളാണ്. എന്താണ് 8ാമത്തെ എക്സാമ്പിൾ പറയുന്നത്? പ്രൂവ് ദ റൂൾ ഓഫ് എക്സ്പോണൻസ്. Prove the rule of exponents. നമുക്ക് എക്സ്പോണൻസിൻ്റെ റൂൾ എന്താണെന്ന് അറിയാമല്ലേ. അത് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ab all raised to n is equal to a raised to n into b raised to n ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ ഒരു റൂള് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് p of n എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. എന്താണ്? ab the all raised to n is equal to a raised to n into b raised to n. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ when n is equal to 1 എടുത്തൂല്ലേ. when n is equal to 1. അപ്പോൾ p of 1 എന്താ വരിക?
എ ബി ഓൾ റേസ് ടു 1. ഇതെന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു 1 ഇൻറ്റു ബി റേസ് ടു 1 എന്നല്ലേ? കാരണം അവിടെ 1 ആണല്ലോ. എ ഇൻറ്റു ബി അല്ലേ? വിച്ച് ഈസ് ട്രൂ. ഈ റിസൾട്ട് 1ന് n ഈസ് ഈക്വൽ ടു 1ന് ട്രൂ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അസ്യൂം ദാറ്റ് എന്താണ്? പി ഓഫ് കെ ഈസ് ട്രൂ അല്ലേ? വെൻ n ഈസ് ഈക്വൽ ടു കെ ദ പി ഓഫ് കെ ഈസ് ട്രൂ. ദാറ്റ് ഈസ് എന്താണ് പി ഓഫ് കെ? എ ഇൻറ്റു ബി ഓൾ റേസ് ടു കെ ഈസ് ഈക്വൽ ടു എ റേസ് ടു കെ ഇൻറ്റു ബി റേസ് ടു കെ. ശേഷം നമ്മൾ 1 എന്ന് കൊടുക്കാം. ഇത് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു, നമ്മൾ അസ്യൂം ചെയ്തു. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? We have to prove P of k plus 1 is true അല്ലേ? P of k plus 1 is true whenever എന്താണ്? P of k is true. P of k true ആണെങ്കിൽ മാത്രമാണ് P of k plus 1 true ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് k plus 1 വരികയാണെങ്കിൽ വരിക? a into b all raised to k plus 1 is equal to എന്ത് വരും? നമുക്കിതിനെ എങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് എ ഇൻറ്റു ബി റേസ് ടു കെ അതൊന്ന് സെപ്പറേറ്റ് കൊടുക്കുക. നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇൻറ്റു ഒരു എ ബി അല്ലേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കെ പ്ലസ് 1 അല്ലേ? നമ്മുടെ പവറുകൾ ആഡ് ചെയ്യുമ്പോൾ കെ പ്ലസ് 1 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? എ റേസ് ഇതെന്ന് പറയുന്നത് എന്താണ്? എ ബി ഓൾ റേസ് ടു കെ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ചിട്ട് എ റേസ് ടു കെ ഇൻറ്റു ബി റേസ് ടു കെ ഇൻറ്റു നമ്മുടെ ബാക്കി എവിടെയുള്ള ഇൻറ്റു എ ബി അങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് എ ഒക്കെ ഒരുമിച്ച് എഴുതി കൂടെ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എ റേസ് ടു കെ ഇൻറ്റു എ ഒരുമിച്ച് എഴുതി. അതുപോലെ ബി റേസ് ടു കെ ഇൻറ്റു ബി നമ്മൾ ഒരുമിച്ച് എഴുതി. ഇതെന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു കെ പ്ലസ് 1. ഇതെന്ന് പറയുന്നത് എന്താണ്? ബി റേസ് ടു കെ പ്ലസ് 1. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയില്ലേ? ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? എ ബി റേസ് ടു കെ പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1 നമ്മൾ പ്രൂവ് ചെയ്തു. ദെയർഫോർ ഇപ്പോൾ ഇവിടെ എന്ത് കിട്ടി? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ whenever പി ഓഫ് കെ ഈസ് ട്രൂ എന്നും കൂടി നമ്മൾ എഴുതണം. ദെയർഫോർ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി n ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, വളരെ ഈസിയാണ് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം അല്ലേ? ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് ചില പ്രോബ്ലത്തിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഒരേപോലെ. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ, സ്റ്റെപ്പൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേപോലെയാണ് ആ സ്റ്റെപ്പ് എഴുതി പോകുന്നത് അല്ലേ? അപ്പം നിങ്ങൾ ഒരിക്കലും ഈ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും പഠിക്കണം. വളരെ ഈസിയാണ്. ട്രിഗണോമെട്രിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ എക്സസൈസ്, ആകെ ഒരു എക്സസൈസ് ഈ ചാപ്റ്ററിലുള്ളൂ, എക്സസൈസ് 4.1. വേറെ ഒറ്റ എക്സസൈസ് ഇല്ല, പക്ഷേ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ആ എക്സസൈസുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം പറഞ്ഞ പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സസൈസ് ആയിട്ട് കാണാമല്ലോ. താങ്ക്